ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേ ഓഫ് ബർത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഒന്നുകൂടി കടുക്കും എന്നത് ഇന്നത്തെ മത്സരത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ഹൈദരാബാദും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ നടന്ന മത്സരം സമനിലയിൽ പിരിഞ്ഞ് മുംബൈ സിറ്റി 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടുകൂടി പ്ലേ ഓഫ് പോരാട്ടത്തിന്റെ തീവ്രത വളരെ നന്നായിട്ട് തന്നെ കൂടി എന്ന് പ്രതീക്ഷിക്കാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ സാധ്യതകളാണ് ഈ ഒരു സമനില തുറന്നിട്ടത് എന്നത് വേറൊരു കാര്യം. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് നമ്മുടെ ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള അർഷദീപാണ്. 6 മുന്നേറ്റ നിരക്കാരെ മാറി മാറി ഇറക്കി നോക്കി. 6 അറ്റാക്കേഴ്സിനെ അർഷദീപിന്റെ കോട്ട തകർക്കാൻ ഇറക്കി നോക്കി പീറ്റർ ഷാക്കി. പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടുപേരും ഗോളുകളൊന്നും അടിക്കാതെ ഗോൾ രഹിത സമനിലയിൽ ഓരോ പോയിന്റ് വീതം പങ്കുവച്ച് പിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സരത്തിന് ശേഷം താണ്ട് അവനുണ്ടല്ലോ, മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ കാക്കി ചെന്നിട്ട് നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ ഷമീൽ ചെമ്പകത്തിനോട് എന്തോ ചെന്ന് ഒരസി ഉടക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. പരിശീലകന്മാർ തമ്മിൽ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്നോട് നീ ഇങ്ങനെ സംസാരിക്കരുത് എന്നാണ് ഷമീൽ ചെമ്പകത്തിന്റെ ആ ഒരു ലിപ്സിംഗിൽ നിന്നും കറക്റ്റ് വ്യക്തമാകുന്നത്. ഏതായാലും കയ്യാങ്കളിയിലേക്ക് എത്തിയ പോരാട്ടം, മത്സരത്തിന് ശേഷം കയ്യാങ്കളിയിലേക്ക് വന്ന ഒരു പോരാട്ടം, 2 ടീമുകളും ഗോളുകളൊന്നും അടിക്കാതെ സമനിലയിൽ പിരിഞ്ഞപ്പം പ്ലേ ഓഫ് ബർത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കടുക്കും. ബ്ലാസ്റ്റേഴ്സിനും സാധ്യതകൾ സജീവമാകുന്നുണ്ട് എന്നത് എടുത്തു പറയണം.